ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. SCTയും ശ്രീചിത്രയും RCCയും അടങ്ങുന്ന തലസ്ഥാന നഗരിയിലെ സുപ്രധാന ആതുരാലയം. പതിനായിരങ്ങളാണ് ദിവസവും ഇവിടെ എത്തുന്നത്. ഈ കാണുന്നത് ഒരു പൊതി ചോറിനായുള്ള നീണ്ട നിരയാണ്. ഒരു പൊതി ചോർ ചെറിയ കാര്യമല്ല, മുന്തിയ റെസ്റ്റോറൻറ്റുകളിലെ സ്പെഷ്യൽ വിഭവമാണ്. ബാല്യത്തിൽ പങ്കിട്ട രുചിയുടെ പഴമയെന്ന് ദുബായിലെ കിസൈസിലെ ഒരു മുന്തിയ സ്റ്റാർ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിലെ പരസ്യവാചകം ഞാൻ ഓർക്കുന്നു. സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലെ പ്രധാനിയാണ് ഈ പൊതിച്ചോർ. അമ്മയുടെ സ്നേഹമാണ് പൊതിച്ചോറെന്ന് ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കീശയിലെ അവസാന നാണയവും എണ്ണിക്കൊടുത്ത് മരുന്നും വാങ്ങി പൈപ്പ് വെള്ളവും കുടിച്ച് ദിവസങ്ങൾ ആശുപത്രിയിൽ കഴിച്ചു കൂട്ടിയ കഥകൾ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ 8 വർഷമായി നിലാരംഭരായ ആരും ആശുപത്രി വരാന്തയിൽ പട്ടിണി കിടന്നിട്ടില്ല. അതിന് അനുവദിച്ചിട്ടില്ല DYFI. DYFIയുടെ ഹൃദയപൂർവ്വം പൊതിച്ചോറ് പദ്ധതിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച് അങ്ങ് ബ്രിട്ടനിൽ നിന്ന് ഒരു ബ്രിട്ടീഷ് പത്രം ദ ഗാർഡിയൻ 2017 മുതൽ ആരംഭിച്ച പദ്ധതി വയറെറിയുന്നവരുടെ മിഴി നിറയാതെ കേരളത്തെ കാക്കുകയാണ്. ജാതി മത വർണ്ണവർഗ വ്യത്യാസങ്ങളെ പുറത്താക്കി സ്നേഹത്തെ ചെറുപൊതിയാക്കി പൊതിഞ്ഞെടുക്കുകയാണ് ഇന്ന് കേരളം. 2017 മുതൽ ഓരോ മേഖലാ കമ്മിറ്റികളായി തിരിഞ്ഞ് കേരളത്തിൻ്റെ ആശുപത്രി വരാന്തകളെ പട്ടിണിരഹിതമാക്കിയ DYFI പരിപാടി കേരളം നെഞ്ചോട് ചേർക്കുകയാണ്. ചെറുപൊതി തുറക്കുന്ന രോഗിക്കും കൂട്ടിരിപ്പുകാർക്കും കൗതുകം വിളമ്പാൻ എല്ലാ വീടുകളിലും തയ്യാറെടുപ്പുകൾ തലേ ദിവസം തന്നെ ഒരുക്കാൻ തുടങ്ങും. സ്വയം കഴിക്കുന്നതിൻ്റെ ഒരു പങ്ക് എന്ന DYFI അഭ്യർത്ഥന കേരളത്തിലെ അടുക്കളകളിൽ പൊതിഞ്ഞെടുക്കുന്നത് ഒരു എക്സ്ട്രാ സ്പെഷ്യൽ കൂടി ചേർത്തിട്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ചമ്മന്തികളും അച്ചാറുകളും മീൻ വറുത്തതും പപ്പടവുമെല്ലാം അത് മെഡിക്കൽ കോളേജുകളിലും ജനറൽ ആശുപത്രികളിലും പുഞ്ചിരി വിടർത്തും. ഓണത്തിന് പായസവും, ക്രിസ്മസിന് ഒരു കഷ്ണം കേക്കും, പെരുന്നാളിന് പത്തിരിയും ഇറച്ചിയും, അങ്ങനെ മുടങ്ങാതെ 365 ദിവസവും കേരളത്തിൻ്റെ മിഴി നിറയാതെ കാക്കുകയാണ് ഈ ചെറുപ്പക്കാർ. ജാതിയെ പുറത്താക്കി സ്നേഹം പൊതിഞ്ഞെടുക്കുകയാണ് കേരളമെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഗാർഡിയൻ ദിനപത്രം. ആയുർദൈർഘ്യത്തിലും വിദ്യാഭ്യാസത്തിലും ലിംഗസമത്വത്തിലുമെല്ലാം ഇന്ത്യയുടെ ആകെ ശരാശരിയേക്കാൾ എത്രയോ കാതം മുൻപോട്ടോടിയ കേരളം പങ്കുവയ്ക്കലിൻ്റെ പുതിയ പാഠം പഠിപ്പിക്കുകയാണ്. ഓരോ അടുക്കളകളിലും മടക്കുന്ന ചെറുപൊതി ആരുടെ വിശപ്പാണ് മാറ്റുക എന്നറിയാതെ പങ്കുവയ്ക്കുന്ന ഇതിഹാസ പാഠം. വിളമ്പുന്ന കൈയുടെ ജാതി ചോദിക്കുന്ന മനുഷ്യരുള്ള രാജ്യത്ത് കേരളത്തിലെ യുവത തീർത്ത മാതൃകയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ബ്രിട്ടൻ. മുഴുവൻ അടുക്കളകളുടെയും മാതൃസ്നേഹത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും പങ്കുകൂട്ടി ഊണ് കഴിക്കുന്ന മറ്റൊരു നാടിനും ഏറ്റെടുക്കാൻ കഴിയാത്ത മാതൃക വിജയിപ്പിക്കുകയാണ് കേരളം. കോടിക്കണക്കിന് പൊതിച്ചോറിലൂടെ ഇത്രയേറെ ജനപങ്കാളിത്തത്തോടെ നടക്കുന്ന മറ്റൊരു സംവിധാനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല.